എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാമോ? ദൈവം എല്ലാം അറിയുന്നവനല്ലേ? പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുവാൻ പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും പല മനുഷ്യരിൽ നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. ചിലർ വിമർശനാത്മകമായിട്ട് ചോദിക്കും, നമ്മുടെ പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റുവാൻ നമുക്ക് സാധിക്കുമോ? മറ്റു ചിലർ ചോദിക്കും, നമ്മൾ അവിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദുഷ്ടർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്. പ്രാർത്ഥന എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എങ്കിലും നമുക്ക് ഇതിനൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യേശുവിനോടൊപ്പം ആയിരുന്ന മനുഷ്യർക്കും പ്രാർത്ഥനയുടെ ആവശ്യം മനസ്സിലാകുന്നുണ്ട്. ആ ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത്. പേര് വെളിപ്പെടുത്താത്ത ഒരു ശിഷ്യൻ ചോദിക്കുന്നു, ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുക. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് അത്രയ്ക്ക് പ്രാധാന്യം നൽകുന്നത്? തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു യേശുവിൻ്റേത്. എന്നാൽ അതൊരു ചടങ്ങ് മാത്രമായിരുന്നു. അതോ ആ ശിഷ്യൻ മനസ്സിലാക്കുന്നുണ്ടോ, ഈ പ്രാർത്ഥന എന്നുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതാണോ? അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം തങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന യേശുവിനെ വ്യത്യസ്തനായിട്ട് അയാൾ മനസ്സിലാക്കിയോ? അതെ എന്നായിരിക്കും അതിനുത്തരം. അതെ, അങ്ങനെയായിരുന്നു. പ്രാർത്ഥനയിലൂടെയാണ് യേശു തൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി കണ്ടെത്തുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാ അനുഭവങ്ങളും. അവ നമ്മുടെ ജീവിതത്തിൽ ശക്തിയാകുവാനായിട്ട്, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സഹായിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏതാനും ആഗ്രഹങ്ങൾ മാത്രമല്ല ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു സമൂഹമായിട്ട് കൂടെയാണ്, നമ്മളൊരു സമൂഹത്തിനോടൊപ്പമാണ് അത് ചെയ്യുന്നത്. പ്രാർത്ഥന എന്നുള്ളത് അതുകൊണ്ട് തന്നെ വെറും വാക്ക് മാത്രമല്ല, അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അബ്രഹാമിനെ പോലെ ദൈവത്തോട് സംസാരിക്കുവാനായിട്ട്, ദൈവത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടുവാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ദൈവം എന്നുള്ളത് പേടിപ്പെടുത്തുന്ന, നമ്മെ ശിക്ഷിക്കുന്ന ഒരാളായിട്ട് അല്ല നമ്മൾ അനുഭവിക്കുക. മറിച്ച് യേശു പഠിപ്പിച്ചതുപോലെ നമ്മെ കരുതുന്ന, നമ്മെ കേൾക്കുന്ന പിതാവായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയെപ്പറ്റി ഒത്തിരി സുന്ദരമായിട്ട് പറയുവാൻ സാധിക്കും. എങ്കിലും നമുക്കറിയാം, പ്രാർത്ഥന എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. ആദ്യം സൂചിപ്പിച്ച ആ ചോദ്യങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത്, നമ്മൾ പ്രാർത്ഥനയെ കാണുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ ചില മനുഷ്യരുണ്ട്. അവർ നമ്മളോട് സൗഹൃദത്തിലായിരിക്കുന്നത് നമ്മിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ലഭിക്കുവാനായിട്ടാണ്. അവർക്കത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മോടുള്ള ബന്ധത്തിൽ ഒരു അകൽച്ചയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവരെപ്പറ്റി നമ്മൾ കേൾക്കില്ല, മറ്റൊരു ആവശ്യം വരുന്നത് വരെ. ചിലർ പ്രാർത്ഥനയെ ഇങ്ങനെയാണ് കാണുന്നത്, അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കുവാൻ, ആരോഗ്യത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, എന്തെങ്കിലുമൊക്കെ പ്രത്യേക കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി. മറ്റു ചില മനുഷ്യരുണ്ട്, നല്ല സുഹൃത്തുക്കൾ. അവർ നമ്മെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വിളിച്ച് നമ്മുടെ വിശേഷങ്ങൾ തിരക്കും, നമ്മളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ പാലിച്ചു കൊണ്ടുപോകും. അവർക്ക് വ്യക്തികളാണ്, ബന്ധങ്ങളാണ് പ്രാധാന്യം. പ്രാർത്ഥനയെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും ജീവിതത്തിലെ താങ്ങായിട്ട്, ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളായിട്ട് കാണുന്ന മനുഷ്യരുണ്ട്. അതിൽ അവരുടെ പ്രാർത്ഥനകളും അവരുടെ ആഗ്രഹങ്ങളും ഒന്നുമല്ല പ്രാധാന്യം, മറിച്ച് ഈ നിരന്തരമായിട്ടുള്ള മുറിയാത്ത ബന്ധമാണ്. അങ്ങനെയുള്ളവർക്ക് ചില കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചില്ലെങ്കിൽ തന്നെയും അവർ നിരാശരാകില്ല, അവർ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകില്ല. തുടർന്നും അവർ പ്രാർത്ഥിക്കും, ആ ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കും.
സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനാനുഭവങ്ങളിൽ ഇപ്രകാരമുള്ള ഒരു വളർച്ചയാണ് വേണ്ടത്. ദൈവവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബന്ധം കാത്ത് സൂക്ഷിക്കുന്നതായിരിക്കണം, അതിന് ഉതകുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അരൂപി, പ്രാർത്ഥനാ ജീവിതം. അപ്പോൾ നമുക്ക് അബ്രഹാമിനെ പോലെ ദൈവത്തോട് സംവദിക്കുവാനായിട്ട് സാധിക്കും. ആ ശിഷ്യനെ പോലെ ചോദിക്കുവാൻ പറ്റും, ദൈവമേ ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കുക. യേശു അതിനാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. നിരന്തരം വാതിൽ മുട്ടുവാൻ, അത് തുറക്കപ്പെടുന്നതുവരെ, അതായത് നിരന്തരം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുവാൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ദൈവവുമായിട്ടുള്ള മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ശക്തിയുള്ള കണ്ണിയായിട്ടിരിക്കട്ടെ. അതുവഴി ജീവിതാനുഭവങ്ങളിൽ ശക്തി നേടുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.